ഹേ നൻപ, കളിയും ചിരിയും സ്ഥലം കാണലും അളവെടുക്കലും കഴിഞ്ഞ് വണ്ടിയിലേക്ക് നോക്കിയപ്പോ ഒന്ന് നെട്ടി. വണ്ടി പെട്രോളില്ല, പെട്രോൾ അടിക്കാൻ കയ്യിൽ കാശുമില്ല. പിന്നെ ഒരു പ്രാർത്ഥനയായിരുന്നു, എങ്ങനെയെങ്കിലും കാക്കനാട് കടത്തി തന്നെയാണ്. നമ്മൾ താറാവിനെയും പോത്തിനെയും കണ്ട് കഥ പറഞ്ഞു നിന്ന് ആ റോഡാണ് കാണുന്നത്. അതായത് കസ്റ്റമറിന്റെ ലൊക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കണ കാണാൻ പറ്റും. മഴയുണ്ടെങ്കിലും ഇല്ലാത്തപ്പോഴും ഒരു വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയോ കസ്റ്റമറിന്റെ വീട്ടിന്റെ പുറകിൽ കസേരയിട്ട് ഒരു ചായയും കുടിച്ചാൽ ഈ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ പറ്റും. എന്ത് രസമായിരിക്കും അല്ലേ. എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കുറച്ച് നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പമ്പ. കസ്റ്റമർ എന്നെ കാത്ത് കുറെ നേരം നിന്ന്. പിന്നെ സൺഡേ ഫണ്ടേ കൊണ്ട് അവർ ചില്ല് ചെയ്യാൻ പോയി. എനിക്ക് ഡെലിവറി യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് അവരവിടെ നോക്കിയാലും ഞാനാണ് നിൽക്കണേന്ന് മനസ്സിലാവില്ല. കസ്റ്റമറിനോട് ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ചെയ്തത് തെറ്റാണ്. റിട്ടേൺ ഈ വഴി കൂടിയാണോ വന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് കിട്ടിയ ചാൻസ് മുതലെടുത്തു. താറാവിനെ മേക്കണ ആട്ടിടയും ചിന്നിത്തെറി കിടക്കണ താറാവിനെ മൊത്തം കൂട്ടം കൂട്ടി അവിടെ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടി ആള് മേച്ചോണ്ട് വരുമ്പോ ഇതിങ്ങനെ കൂട്ടത്തോടെ കൂടി വെള്ളത്തിൽ കൂടി വരും. ഇത് രസമെന്ന് അറിയുക സീൻ കാണാനായിട്ട്. ഞാനിതൊക്കെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊക്കെ ഇത് പറയണത്.